Here we are going to study the tools used for analyzing correlation. An important method of studying correlation is using the correlation graph. This method is also called graphic method. ഈ മെത്തേഡിൽ x വേരിയബിളിന് സെപ്പറേറ്റ് കർവും y വേരിയബിളിന് സെപ്പറേറ്റ് കർവും സെയിം ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുകയാണ്. The values of the variable are taken as ordinates of the points plotted. And from the direction and closeness of the two curves, x ന്റെ കർവും y ന്റെ കർവും ആ രണ്ട് കർവിന്റെയും ഡയറക്ഷനും എത്രത്തോളം അടുത്തിരിക്കുന്നുണ്ട്, അതാണ് closeness of the curves, tell us whether the variables are related. രണ്ട് കർവ്സും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ the correlation is positive. Different directionലേക്കാണ് curves മൂവ് ചെയ്യുന്നതെങ്കിൽ the difference between x variable and y variable is negative. Let us see how it happens. ഈ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതിൽ ഓറഞ്ച് കളർ കാണിച്ചിരിക്കുന്നത് x വേരിയബിൾ ആണ്. അതുപോലെ ഗ്രേ കളറിലുള്ള ലൈൻ കാണിക്കുന്നത് y വേരിയബിളിനെയാണ്. 4 years ആണ് കൊടുത്തിട്ടുള്ളത്. 2000, 2005, 2010, 2020 എന്ന് വെച്ചാൽ 5 ഇയേഴ്സിന്റെ ഗ്യാപ്പിലുള്ള 4 വർഷങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ 2000 x വേരിയബിളിന്റെ പോയിന്റ് നിൽക്കുന്നത് 2.5ലാണ് ആൻഡ് y വേരിയബിൾ 4.5ലും. ഇൻ 2005 ആകുമ്പോൾ x വേരിയബിൾ 4.5ലേക്ക് ഉയർന്നു. അതേപോലെ തന്നെ y വേരിയബിളും 6.5ലേക്ക് ഉയർന്നു. And say in 2010 x variable is declining to almost 1.75 or something like that, around 2. And here also there is a decline. അത് കഴിഞ്ഞ് 2020ലേക്ക് ഉയർന്നു പോവുകയാണ്. ഇവിടെയും അതേപോലെ ഒരു അപ്വേർഡ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. സോ x വേരിയബിൾ അപ്വേർഡ് ട്രെൻഡ് കാണിക്കുമ്പോൾ y വേരിയബിളും അപ്വേർഡ് ട്രെൻഡിൽ, and both are declining together then going up together. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടും തമ്മിൽ കോറിലേഷൻ ഉണ്ട്. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുകയാണ്, ഒന്ന് താഴുമ്പോൾ മറ്റേതും താഴുകയാണ്. പ്രൊപ്പോർഷനിൽ ചേഞ്ചസ് ഉണ്ട്. ഇവിടെ ഉയരുന്ന അതേ പ്രൊപ്പോർഷനിലല്ല ഇവിടെ താഴുന്നതും ഉയരുന്നതും ഒന്നും, ബട്ട് സ്റ്റിൽ അവർ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. സോ ദർ ഈസ് സം പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് വേരിയബിൾ ആൻഡ് വൈ വേരിയബിൾ. ഈ രീതിയിൽ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് ഒരു ഗ്രാഫിൽ തന്നെ രണ്ട് വേരിയബിൾസും സെപ്പറേറ്റ് കർവ്സ് ആയി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാം. വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ എന്ന് പഠിക്കാനുള്ള മറ്റൊരു ടൂളാണ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാമിൽ സെയിം ഗ്രാഫിൽ തന്നെയാണ് നമ്മൾ രണ്ട് വേരിയബിൾസും പ്ലോട്ട് ചെയ്യുന്നത്. ഒരു വേരിയബിൾ എക്സ് ആക്സിസിലും കാണിക്കും, സെക്കൻഡ് വേരിയബിൾ y ആക്സിസിലും കാണിക്കും. ഇവിടെ each pair of values are plotted on the graph by means of a dot mark. x വേരിയബിൾ അതേപോലെ y വേരിയബിളും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മളൊരു ഡോട്ട് മാർക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഡോട്ട് മാർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഡയഗ്രാം ആയതുകൊണ്ട് scatter diagram is also called dot diagram and may also be called as datagram or scattergram. ഇവിടെ ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തത് either ഒരു upward ട്രെൻഡോ അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡോ കാണിക്കുകയാണെങ്കിൽ we can say that the two variables are correlated. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ട്രെൻഡും കാണിക്കുന്നില്ല എങ്കിൽ they are not correlated. ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് റൈറ്റ് ബോട്ടമിലേക്ക് താഴോട്ട് വരുന്ന രീതിയിലൊരു ലൈനാണ് നമുക്ക് ആ ഡോട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ the correlation is negative. So we can say that the scatter diagram is a visual aid to show the presence or absence of correlation between two variables. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. So the dispersion or spread of dots on the graph എങ്ങനെ വരയ്ക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. x ആക്സിസും y ആക്സിസും വരക്കാം. x ആക്സിസിൽ
എക്സ് വേരിയബിളിന്റെ വാല്യൂസ് മാർക്ക് ചെയ്യാം, അതുപോലെ വൈ ആക്സിസിൽ വൈ വേരിയബിളിന്റെ വാല്യൂസ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് എക്സ് വേരിയബിളും ഫസ്റ്റ് വൈ വേരിയബിളിന്റെ ഫസ്റ്റ് വാല്യൂസും മീറ്റ് ചെയ്യുന്നിടത്ത് ഒരു ഡോട്ട് മാർക്ക് ഇടാം. അതുപോലെ സെക്കൻഡ് വാല്യൂ ഓഫ് എക്സ് വേരിയബിൾ ആൻഡ് സെക്കൻഡ് വാല്യൂ ഓഫ് വൈ വേരിയബിൾ മീറ്റ് ചെയ്യുന്നിടത്ത് വീണ്ടും ഡോട്ട് മാർക്ക് ഇടാം. അങ്ങനെ ഓരോ പെയർ ഓഫ് വാല്യൂസും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഡോട്ട് മാർക്ക് ഇട്ടിട്ട് നമ്മൾ അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കാം. അപ്പൊ ഈ രീതിയിലാണ് മാർക്ക് വരുന്നതെങ്കിൽ ഓൾ ദീസ് പോയിന്റ്സ്, ഈ ഓരോ പോയിന്റും ഒരു എക്സ് വേരിയബിളും അതേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വേരിയബിളും മാർക്ക് ചെയ്ത പോയിന്റ് ആണ് ഓരോ പോയിന്റും. അപ്പൊ ആ ഒരു ട്രെൻഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഗോയിങ് അപ്വേർഡ്. ഒരു അപ്വേർഡ് ട്രെൻഡ് ആണ് കാണുന്നത്. സോ ദർ ഈസ് സം റിലേഷൻ ആൻഡ് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നത് കൊണ്ട് we can understand that is a positive correlation. അതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ്, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. അപ്പോൾ എക്സ് വേരിയബിളും വൈ വേരിയബിളും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് in the same direction. That is why we can call this as a perfect positive correlation. ഈ രീതിയിൽ ഒരു ഗ്രാഫ് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം ആ രണ്ട് വേരിയബിൾസും തമ്മിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണുള്ളതെന്ന്. ഇനി ഇതേപോലെ നമ്മൾ മറ്റൊരു എക്സ് വേരിയബിളും വൈ വേരിയബിളും പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് വി ഗെറ്റ് എ ലൈൻ ലൈക്ക് ദിസ്. ഇങ്ങനെ ആ പോയിന്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്തത് ഈ ഒരു രീതിയിലാണ് കിടക്കുന്നതെങ്കിൽ ഇത് താഴോട്ടാണ്. സോ ദർ ഇസ് എ നെഗറ്റീവ് കോറിലേഷൻ. സ്ട്രെയിറ്റ് ലൈനിൽ ആ പോയിന്റ്സ് ഒക്കെ താഴോട്ട് വരികയായത് കൊണ്ട് ദർ ഇസ് എ പെർഫെക്റ്റ് കോറിലേഷൻ. സോ ഓൾ ടുഗദർ വി ക്യാൻ സേ ദർ ഇസ് എ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ്. ഇനി മറ്റൊരു കേസ് എടുക്കാം. താഴെ നിന്ന് മുകളിലോട്ട് തന്നെയാണ് ഇവിടെയും ട്രെൻഡ് കാണുന്നത്, പക്ഷെ സ്ട്രെയിറ്റ് ലൈനിലല്ല പോകുന്നത്. ഏകദേശം ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിനോട് ക്ലോസ് ആയിട്ടായിരിക്കും ഈ പോയിന്റ്സ് എല്ലാം ചിന്നിച്ചിതറി കിടക്കുന്നത്. ഓൺ ദ ഹോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു ട്രെൻഡ് കാണുന്നത് കൊണ്ട് വി ക്യാൻ സേ ദർ ഇസ് പോസിറ്റീവ് കോറിലേഷൻ. ഒരു ലൈനുമായിട്ട് ഏകദേശം ചുറ്റിപ്പറ്റി നിൽക്കുന്ന രീതിയിലാണ് ആ അപ്വേർഡ് ട്രെൻഡ് കാണിക്കുന്നത്. Hence we can say there is high correlation. ആ ലൈനിലേക്ക് ക്ലോസ് ആയി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഹൈ കോറിലേഷൻ. സോ there is a high positive correlation. ഇപ്പോ ഒരു ലൈനിന്റെ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ആയിട്ട് അത്ര ക്ലോസ് അല്ലാതെ കുറച്ചും കൂടി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഒരു അപ്വേർഡ് ട്രെൻഡ് കാണിക്കുകയായിരുന്നെങ്കിൽ we can say there is a low positive correlation. ഇതിപ്പോ ലൈനിലേക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടാണ് വരിക. And in another case, if such a line goes downwards, ഇതൊരു നെഗറ്റീവ് കോറിലേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈനിന്റെ ഏകദേശം ചുറ്റുവട്ടത്തായിട്ടാണ് ആ ഒരു പോയിന്റ്സ് എല്ലാം കുറച്ച് സ്കാറ്റർ ചെയ്തിട്ടാണ് താഴോട്ട് പോകുന്നത്. സോ വി ക്യാൻ സേ ദർ ഇസ് ഹൈ നെഗറ്റീവ് കോറിലേഷൻ. ഇത് ഒന്നും കൂടി സ്പ്രെഡ് ആയിട്ട് താഴോട്ടുള്ള ട്രെൻഡ് കാണിക്കുകയായിരുന്നെങ്കിൽ, ഒരു ലൈനിൽ നിന്ന് കുറച്ചും കൂടെ ഡിസ്റ്റൻസിലേക്ക് പോകുമായിരുന്നെങ്കിൽ അതൊരു ലോ നെഗറ്റീവ് കോറിലേഷൻ ആകുമായിരുന്നു. ഇനി വേറൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ആ പോയിന്റ്സ് എല്ലാം സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. താഴോട്ടൊരു ട്രെൻഡോ മുകളിലോട്ടൊരു ട്രെൻഡോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സോ ഹിയർ വി ക്യാൻ സേ ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ്. ഈ രീതിയിലാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ട് രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. കോറിലേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇവിടെ കോറിലേഷൻ നമ്മൾ ആൽജിബ്രൈക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനൊരു കോഎഫിഷ്യന്റ്, ഒരു വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യും. ഓർ വി കാൽക്കുലേറ്റ് എ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വാല്യൂ. മൂന്ന് രീതിയിൽ നമുക്ക് കോഎഫിഷ്യന്റ് കണക്കാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കാൾ പിയേഴ്സൺസ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ കോഎഫിഷ്യന്റ് ഫൈൻഡ് ചെയ്യുന്നത്. Another one is Spearman's method. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് concurrent deviation method. ഈ മൂന്ന് മെത്തേഡിലും നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ആ കോഎഫിഷ്യന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും രണ്ട് വാല്യൂസ് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ, ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണോ, ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നെല്ലാം ഈ ഒരു കോഎഫിഷ്യന്റ് നമുക്ക് മനസ്സിലാക്കി തരും. ഫസ്റ്റ് നമുക്ക് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ആൽജിബ്രിക് മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. ഈ മെത്തേഡിൽ നമ്മൾ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഫൈൻഡ് ചെയ്യാണ്.
എന്ന് വെച്ചാൽ കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള വാല്യൂ ആണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഫൈൻഡ് ചെയ്യുന്നത്. ആ വാല്യൂവിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ദിസ് കോഎഫിഷ്യന്റ് is actually a numerical value and it shows the degree or the extent of correlation between two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ -1, 0, +1 ഈ ഒരു റേഞ്ചിനകത്താണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ വരുന്നത്. അത് +1 ആണെങ്കിൽ there is perfect positive correlation between the two variables. -1 ആണെങ്കിൽ there is perfect negative correlation between the two variables. 0 ആണെങ്കിൽ there is no correlation. ആ രണ്ട് വേരിയബിൾസും തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല. ഇനി സപ്പോസ് 0ന്റെയും +1ന്റെയും ഇടയിൽ വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ആവാം, ലൈക്ക് 0.1, 0.2, 0.3, 0.4, 0.5 അങ്ങനെ പോസിറ്റീവ് സൈഡിലേക്ക് വരുന്ന 0ന്റെയും +1ന്റെയും ഇടയിലുള്ള ഏതൊരു വാല്യൂ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം there is positive correlation. ആ പോസിറ്റീവ് കോറിലേഷന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ 0യിലേക്ക് അടുക്കും തോറും റിലേഷൻ കുറവാണ്. ഇപ്പൊ 0.1 ആണെങ്കിൽ വെരി ലോ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയേണ്ടി വരും. 0.2, 0.3 അങ്ങനെ 0.5 ഒക്കെ എത്തുമ്പോൾ നമുക്ക് മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയേണ്ടി വരും. 0.5 കഴിഞ്ഞ ശേഷം പിന്നെ മുകളിലോട്ട് 0.6, 0.7 അങ്ങനെ 0.8, 0.9 ഒക്കെ വരുമ്പോൾ വെരി ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് നമുക്ക് പറയാം. അതുപോലെ -1ന്റെയും 0ന്റെയും ഇടയിൽ വരുന്ന പോയിന്റ്സ് ആണെങ്കിൽ അവിടെ നെഗറ്റീവ് കോറിലേഷൻ ആണ് വരുന്നത്. സോ -0.1, -0.2 അങ്ങനെ -0.9 കഴിഞ്ഞ ശേഷമാണല്ലോ -1 വരുന്നത്. അതിനിടയിലുള്ള എല്ലാ വാല്യൂസും നെഗറ്റീവ് കോറിലേഷൻ ആണ് കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0യിലേക്ക് നെഗറ്റീവ് വാല്യൂസ് അടുക്കും തോറും അവിടെ നെഗറ്റീവ് കോറിലേഷൻ കുറയുന്നു. അതേപോലെ -1ലേക്ക് അടുക്കും തോറും ഹൈ നെഗറ്റീവ് കോറിലേഷൻ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലാണ് കോഎഫിഷ്യന്റ് വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ കോഎഫിഷ്യന്റ് വെച്ചുകൊണ്ട് കോറിലേഷനെ അനലൈസ് ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോഎഫിഷ്യന്റ് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫോർമുലയാണ്. ഈ ഒരു മെത്തേഡിന് നമുക്ക് കാൾ പിയേഴ്സൺസ് മെത്തേഡ് എന്നോ അല്ലെങ്കിൽ പെർസോണിയൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ് എന്നോ പറയാം. ഇതില് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ സ്മോൾ ലെറ്റർ r വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ പിയേഴ്സോണിയൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. സോ r is equal to sigma x minus x bar into y minus y bar divided by n sigma x sigma y. ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇത് വെച്ചിട്ട് r കാണുന്നു. ഈ r ആണ് കോഎഫിഷ്യന്റ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ വാല്യൂസ് ആണെന്ന് നോക്കാം. n is number of pairs of observations and sigma x is standard deviation of x series, sigma y is standard deviation of y series. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാൻ നമുക്ക് ഈ ഫോർമുലയും യൂസ് ചെയ്യാം. r is equal to n sigma xy minus sigma x into sigma y the whole thing divided by square root of n sigma x square minus sigma x whole square into square root of n sigma y square minus sigma y whole square. ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് പിയേഴ്സോണിയൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫൈൻഡ് ചെയ്യാൻ കഴിയും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്താലും ആ കോഎഫിഷ്യന്റിനെ എങ്ങനെ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാമെന്ന് നോക്കാം. കോഎഫിഷ്യന്റ് +1 ആണെങ്കിൽ that indicates perfect positive correlation. +0.75 to +1 indicates high degree of positive correlation. +0.5 to +0.75 shows moderate degree of positive correlation. Then 0.01 to 0.5 ആണെങ്കിൽ അത് കാണിക്കുന്നത് ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് കോറിലേഷനിലേക്ക് വരുന്നത്.
ഇനി നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് വാല്യൂസ് ആണെങ്കിൽ നോക്കാം. -1 ആണെങ്കിൽ that indicates perfect negative correlation. -0.75 to -1, high degree of negative correlation. Then -0.5 to -0.75, moderate degree of negative correlation. -0.01 to -0.5, low degree of negative correlation. And if it is 0, there is no correlation at all between the two variables. Now let us take an example. Let us calculate coefficient of correlation. Two variables are given here, x and y. Let us first convert it into columns. ആദ്യം നമുക്ക് x നെയും y നെയും കോളം വൈസ് ആക്കാം. x നമ്മൾ കോളം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ എക്സിൽ നമുക്ക് ടോട്ടൽ ചെയ്യണം. സിഗ്മ എക്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ദി ടോട്ടൽ വാല്യൂസ് ഓഫ് എക്സ് 2 + 3 + 4 + 5 + 6 + 7 + 8, that is 35. Then y കോളം ഇതേപോലെ yന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ എഴുതി y വാല്യൂസ് ടോട്ടൽ ചെയ്യുമ്പോൾ that is സിഗ്മ y is 45. ഇനി നമ്മൾ x into y, that is 2 into 4 8, 3 into 5 15, ആ രീതിയിൽ x into y കോളം കാണുക, അത് ടോട്ടൽ ചെയ്യുക. 8 + 15 + 24 + 60 plus അങ്ങനെ ചെയ്തിട്ട് we get sigma xy. Sigma xy is 228. Then x square, x ന്റെ ഓരോ വാല്യൂസും സ്ക്വയർ ചെയ്യുക. 2 square is 4, 3 square is 9, 4 square is 16, like that. ടോട്ടൽ ചെയ്യുമ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ കിട്ടും. ഹിയർ ഇറ്റ് ഈസ് 203. ദെൻ വൈ സ്ക്വയർ, സിമിലർലി നമ്മൾ വൈൻ്റെ എല്ലാ വാല്യൂസും സ്ക്വയർ ചെയ്തിട്ട് അത് ടോട്ടൽ ചെയ്യുക. സോ ടു ഗെറ്റ് സിഗ്മ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് 343 ആസ് ഗിവൺ ഹിയർ. ഇനി നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യും. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള കാൾ പിയേഴ്സൺസ് ഫോർമുല. ഇതിൽ ഈ കിട്ടിയ സിഗ്മ എക്സും സിഗ്മ വൈയും സിഗ്മ എക്സ് വൈ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ ഒക്കെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാണ്. All the values are given into this formula and then we do the calculations. The remaining calculations are also to be done, like r is equal to 21 divided by square root of 196 into square root of 376. അതും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 21 divided by 14, 196 14ന്റെ സ്ക്വയർ ആണ്. 14 into 14 196. സോ വി റൈറ്റ് ഹിയർ 14, ആ സ്ക്വയർ എന്നൊക്കെ പുറത്തെടുക്കുകയാണ് ഇനി, ഇൻറ്റു 19.39. 19.39 ഇൻറ്റു 19.39 ആണ് 376 വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ക്വയർ ഒക്കെ ഒഴിവാക്കി. ആൻഡ് ദെൻ വെൻ വി കാൽക്കുലേറ്റ് ഇറ്റ് വി ഗെറ്റ് ദി ആൻസർ ആസ് 0.077. ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ദാറ്റ് മീൻസ് വെരി ലോ പോസിറ്റീവ് കോറിലേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. 0.1ന്റെ താഴെയാണല്ലോ കോറിലേഷൻ വന്നിട്ടുള്ളത്. സോ എക്സും വൈയും തമ്മിൽ വെരി ലോ പോസിറ്റീവ് കോറിലേഷൻ ആണ് ഉള്ളത്. Next we can study the Spearman's rank correlation coefficient. റാങ്കുകൾ തമ്മിലുള്ള റിലേഷൻ നോക്കാനാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കോമ്പറ്റീഷൻ, ഒരു ബ്യൂട്ടി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ രണ്ടോ രണ്ടിലധികമോ ജഡ്ജസ് മാർക്ക് ഇടുമ്പോൾ ആ ജഡ്ജസിന്റെ മാർക്കുകൾ അല്ലെങ്കിൽ ആ റാങ്കുകൾ തമ്മിലുള്ള കോറിലേഷൻ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. സാധാരണ വാല്യൂസ് തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്ന പോലെ അല്ല റാങ്കുകൾ തമ്മിൽ കോറിലേറ്റ് ചെയ്യുമ്പോൾ. ജഡ്ജസ് ഫസ്റ്റ് റാങ്ക് ഒരാൾക്ക് കിട്ടും, സെക്കൻഡ് ഒരാൾക്ക് കിട്ടും, തേർഡ് ഒരാൾക്ക് കിട്ടും. ഇതൊരു ജഡ്ജിന്റെ ജഡ്ജ്മെന്റ് ആണ്. മറ്റേ ജഡ്ജിന്റെ ജഡ്ജ്മെന്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് ജഡ്ജസും മാർക്ക് ഇട്ടതിൽ റിലേഷൻ ഉണ്ടോ, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് സിമിലർ ആണോ, അതോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണോ മാർക്ക് ഇട്ടിട്ടുള്ളത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫോർമുല ഹിയർ ഈസ് 1 minus 6 sigma d square divided by n into n square minus 1. n means number of items and d is the difference between ranks. രണ്ട് ജഡ്ജും റാങ്ക് ഇട്ടതിന്റെ ഡിഫറൻസ് ആണ് d എന്ന് പറയുന്നത്. Now let us take an example. Here we are asked to calculate Spearman's rank correlation coefficient and individuals are given here as A to J. A, B, C, D എന്ന് പറഞ്ഞിട്ട് J വരെ ഇൻഡിവിജ്വൽസിന്റെ നെയിംസിന് പകരം ലെറ്റർ കൊടുത്തിരിക്കുകയാണ്.
and then rank before and rank after. ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് മുന്നേ ഉള്ള റാങ്കും അത് കഴിഞ്ഞതിന് ശേഷമുള്ള റാങ്കും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇപ്പോൾ എക്ക് ബിഫോർ കിട്ടിയ റാങ്ക് 1 ആണ്, പക്ഷെ ആഫ്റ്റർ കിട്ടിയ റാങ്ക് 6 ആണ്. അപ്പോൾ രണ്ട് ടൈമിലുള്ള ഒരാളുടെ റാങ്കുകളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇനി ഇത് ബിക്ക് മുമ്പ് കിട്ടിയത് 6ഉം ആഫ്റ്റർ കിട്ടിയത് 8ഉം ആണ്. അപ്പൊ ഡിഫറൻസ് ഉണ്ട് റാങ്കുകൾ കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഒരു കോറിലേഷൻ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ റാങ്ക് ബിഫോർ കോളം വൈസ് എടുത്ത് എഴുതുകയാണ്, ദെൻ റാങ്ക് ആഫ്റ്റർ, ആൻഡ് ദെൻ പിന്നെ നമുക്ക് കാണാനുള്ളത് ഡിഫറൻസ് ആണ്. റാങ്ക് ബിഫോർ ഇസ് 1, റാങ്ക് ആഫ്റ്റർ ഇസ് 6. അപ്പൊ രണ്ടും തമ്മിൽ 5ന്റെ ഡിഫറൻസ് ആണുള്ളത്. ഇവിടെ നമ്മൾ പോസിറ്റീവ് ആണോ ഡിഫറൻസ്, നെഗറ്റീവ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, പ്ലസ് ഓർ മൈനസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഡിഫറൻസ് എന്താണെന്ന് മാത്രമേ നമ്മൾ എടുത്തെഴുതുന്നുള്ളൂ. ഓക്കെ, ദെൻ ബിന്റെ റാങ്ക് എന്ന് പറയുന്നത് ബിഫോർ 6ഉം ആഫ്റ്റർ 8ഉം ആണ്. അപ്പോൾ 2 ആണ് ഡിഫറൻസ് ഉള്ളത്. ഇപ്പോൾ സിന്റെ റാങ്ക് ബിഫോർ 3, ആഫ്റ്റർ ഇസ് ഓൾസോ 3. അപ്പോൾ 0 ആണ് ഡിഫറൻസ്. ആ രീതിയിൽ നമ്മൾ ഡി നമ്മൾ ഫൈൻഡ് ചെയ്യും, സൈനുകളൊന്നും കൺസിഡർ ചെയ്യാതെ. ദെൻ വി ഗോ ടു ഡി സ്ക്വയർ. ഡി സ്ക്വയർ എന്ന് വെച്ചാൽ ഡിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ സ്ക്വയർ ചെയ്യാണ്. 5 സ്ക്വയർ ഇസ് 25, ദെൻ 2 സ്ക്വയർ ഇസ് 4, ലൈക്ക് ദാറ്റ് നമ്മൾ ഡിന്റെ ഒക്കെ സ്ക്വയർ ആക്കി മാറ്റിയാണ്. ആൻഡ് ദെൻ വി കാൽക്കുലേറ്റ് സിഗ്മ ഡി സ്ക്വയർ. ഇത് നമ്മുടെ ഫോർമുലയിലുണ്ട് സിഗ്മ ഡി സ്ക്വയർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിഗ്മ ഡി സ്ക്വയർ ഇസ് ഇക്വൽ ടു 176. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഇസ് 176. അപ്പൊ അത് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ n ഈസ് 10. എത്ര പേരുണ്ട്? 10 നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ദേ. അപ്പൊ 10 ആണ് n. സോ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1. And then we get it as 1 minus 1056 divided by 990, and that is minus 0.07. അപ്പോൾ ഫസ്റ്റത്തെ റാങ്കും സെക്കൻഡത്തെ റാങ്കും തമ്മിൽ വളരെ ചെറിയ ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണ് ഇവിടെ കാണുന്നത്. 0.07 എന്ന് പറയുമ്പോൾ വെരി ലോ നെഗറ്റീവ് കോറിലേഷൻ. The next method is concurrent deviation method. Correlation പഠിക്കാനുള്ള ഏറ്റവും simplest method ആണ് concurrent deviation method. Here we are taking only the directions of deviations. Magnitudes of values are ignored. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഏത് സൈഡിലേക്കാണ്, പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ ആ റിലേഷൻ വരുന്നത് എന്ന് മാത്രമാണ് ഈ മെത്തേഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. The nature of correlation is known from the direction of change in the values of variables. If the deviations of the two variables are concurrent, then they move in the same direction. Concurrent ആണെങ്കിൽ ഒരേ ഡയറക്ഷനിലാണ് ആ രണ്ട് വേരിയബിൾസും മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതർവൈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അത് ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നത്. That is plus or minus square root of plus or minus 2c minus n. N is the number of pairs compared and c is the number of concurrent deviations. We have to understand how we are taking this c, n and all. C എന്ന് വെച്ചാൽ number of positive signs in dx dy column. dx dy കോളത്തിൽ എത്ര പോസിറ്റീവ് സൈൻസ് ഉണ്ട് അതാണ് c. ഒരു പോസിറ്റീവ് സൈൻ ആണ് ഉള്ളതെങ്കിൽ c is 1. പോസിറ്റീവ് സൈൻസ് അതിൽ ഇല്ലെങ്കിൽ c is 0. രണ്ട് പോസിറ്റീവ് സൈൻസ് ആണ് അതിലുള്ളതെങ്കിൽ c will be 2. അപ്പൊ പോസിറ്റീവ് സൈൻസും നെഗറ്റീവ് സൈൻസും വരുന്ന ഒരു കോളമാണ് dx dy. അതിലെ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ആണ് ഈ ഒരു സിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ദെൻ n നമ്മൾ എടുക്കുന്നത് നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ആൻഡ് നെഗറ്റീവ് സൈൻസ് ടുഗദർ ഇൻ dx dy കോളം. അപ്പൊ dx dy കോളത്തിൽ എത്ര പോസിറ്റീവ് സൈൻസ് ഉണ്ട് എത്ര നെഗറ്റീവ് സൈൻസ് ഉണ്ട് ആ കറക്റ്റ് എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വാല്യൂവിന് നമുക്ക് സൈൻസ് ഉണ്ടാവില്ല, ബിക്കോസ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഈസ് അൺനോൺ. അതിന്റെ മുന്നത്തെ വർഷത്തിൽ നിന്ന് ഫസ്റ്റത്തെ വർഷത്തിലേക്ക് നമുക്ക് ഡാറ്റ തന്ന ഫസ്റ്റത്തെ വർഷത്തിലേക്ക് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നമുക്ക് അറിയാത്തത് കൊണ്ട് ഫസ്റ്റ് വാല്യൂവിന് മാത്രം ഒരു സൈൻ ഉണ്ടാവില്ല. അതല്ലാത്ത എല്ലാ വർഷത്തേക്കും നമുക്ക് സൈൻസ് കിട്ടും. അപ്പൊ ആ ടോട്ടൽ സൈൻസ് ഉള്ള ഈ ഒരു കോളം ഫസ്റ്റത്തെ കോളം ഒഴിവാക്കിയിട്ട് ഫസ്റ്റത്തെ ആ ഒരു സെൽ ഒഴിവാക്കിയിട്ട്
ബാക്കിയുള്ള എത്ര സൈൻസ് ഉണ്ട് പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും ടുഗദർ എത്ര ഉണ്ട് അതാണ് n. അതിൽ പ്ലസ് സൈൻസ് മാത്രമാണ് c. ഈ രീതിയിലാണ് നമ്മൾ കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡിലെ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്നത്. If 2c is greater than n, r will be positive. നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 into c ആ വാല്യൂ n-നേക്കാൾ കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ആണ് നമുക്ക് റിലേഷൻ കിട്ടുന്നത്. അതല്ല 2c is less than n, then r will be negative or the correlation will be negative. Let us take an example. We are asked to find the coefficient of concurrent deviations. ഇയറും സപ്ലൈ പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇയർ 1963 മുതലുള്ള ഓരോ വർഷങ്ങളാണ് തന്നിട്ടുള്ളത്. Then supply ആണ് ഫസ്റ്റ് വേരിയബിൾ, we can say വേരിയബിൾ x. പ്രൈസ് ആണ് സെക്കൻഡ് വേരിയബിൾ, അത് നമുക്ക് y വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഓരോ വർഷവും 1963 എന്താണ് സപ്ലൈ എന്താണ് പ്രൈസ്, 64 എന്താണ് സപ്ലൈ എന്താണ് പ്രൈസ്, ആ രീതിയിൽ നമുക്ക് ഓരോ വർഷത്തെയും സപ്ലൈയും പ്രൈസും തന്നിട്ടുണ്ട്. സോ സപ്ലൈ നമ്മൾ എക്സ് വേരിയബിൾ ആക്കി നമുക്ക് എടുത്തെഴുതാം. സപ്ലൈ എന്നുള്ള നെയിമിൽ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ എക്സ് വാല്യൂസ് നമ്മൾ എടുത്തെഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് ഡീവിയേഷൻസ് ആണ്, ഡി എക്സ്. ദാറ്റ് ഈസ് ഓരോ വർഷവും ഈ സപ്ലൈ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വാല്യൂ ഓഫ് ഡി എക്സ്, that is blank. That means അതിന്റെ മുന്നത്തെ വർഷത്തെ ഡാറ്റ തരാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ മുന്നത്തെ വർഷത്തിൽ നിന്ന് ഈ വർഷത്തേക്ക് 1962 നിന്ന് 1963 വരുമ്പോൾ സപ്ലൈ കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അത് ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് വർഷത്തേക്ക് നോക്കാം. 160 നിന്ന് 164 ഇൻക്രീസ് ആണ്, സോ നമ്മൾ പ്ലസ് ഇട്ടു. ദെൻ 164 നിന്ന് 172 അഗെയിൻ ഇറ്റ് ഈസ് ഇൻക്രീസ്, സോ പ്ലസ്. ഹിയർ 172 to 182 again increase, then 182 കഴിഞ്ഞിട്ട് 166 ആണ്, so there is a decrease. അപ്പോൾ നമ്മൾ ഇവിടെ മൈനസ് ഇട്ടു. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡി എക്സിന്റെ പ്ലസും മൈനസും സൈൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. then we are taking price as the y variable, or you can say price as such. അങ്ങനെ തന്നെ എഴുതാം, y വേരിയബിൾ എഴുതുന്നതിന് പകരം. അതിന്റെ dy യും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് നമുക്കറിയില്ല, so that is put as dash. Then next year is 280, അപ്പോൾ അത് ഡിക്രീസ് ആണ്, അത് മൈനസ് ആക്കി. then comes 260 again decrease, then 234 again decrease, then 266. 234 നിന്ന് 260 ഇൻക്രീസ് ആണ്, so we put it as plus. അങ്ങനെ dy കോളം നമ്മൾ കാണും. and then next is dx into dy. ഈ dx കോളം into dy കോളം ആണ്, അപ്പോൾ പ്ലസ് into മൈനസ് is മൈനസ്. നെക്സ്റ്റ് കോളം ഓൾസോ നെക്സ്റ്റ് റോയില് പ്ലസ് ഇൻറ്റു മൈനസ്, അപ്പോൾ മൈനസ് ആണ്. ഹിയർ പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് ആണ്. മൈനസ് ഇൻറ്റു പ്ലസ്, ദാറ്റ് ഈസ് ഓൾസോ മൈനസ്. പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് ഇസ് അഗെയിൻ മൈനസ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ട്രെൻഡ് ആണ് മൊത്തത്തിൽ കാണുന്നത്. നൗ വി ക്യാൻ അപ്ലൈ ഇറ്റ് ഇൻ ദ ഫോർമുല. സി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 0 കിട്ടിയിട്ടുണ്ട്. Then plus or minus square root of plus or minus 2c minus n. n is 8. 9 values ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. പക്ഷേ ഫസ്റ്റ് വാല്യൂവിന് നമുക്ക് ഡാറ്റ ഇല്ല. അപ്പോൾ റിമൈനിങ് വാല്യൂസ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8. അതുകൊണ്ടാണ് ഇവിടെ 9 minus 1 ഈ ഒരു വാല്യൂ ഇല്ലാത്തത് കൊണ്ട് അത് 1 മൈനസ് ചെയ്തിട്ടാണ് we get 8. that is given here 9 and 9. okay, then ഇവിടെ വേറെ പ്ലസ് സൈൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 0 എന്ന് എടുക്കുന്നത്. പ്ലസ് സൈൻസ് കിട്ടിയാൽ അതാണ് നമ്മൾ ഇവിടെ വാല്യൂസ് ആയിട്ട് എടുക്കുന്നത്. സപ്പോസ് ഇതിനിടയിൽ ഒരു പ്ലസ് ഉണ്ട്, ഇപ്പൊ ഇവിടെ ഒരു പ്ലസ് ആയിട്ടാണെങ്കിൽ, ഇപ്പോൾ ഈ വാല്യൂ പ്ലസ് ആണ്, ഈ വാല്യൂ പ്ലസ് ആണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ആയിരിക്കും. then we get c as 1. ഇവിടെ ഒരു പ്ലസ് സൈൻ പോലും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ we got c as 0. okay, then ഈ ഫോർമുലയിൽ നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യാണ്. and we get the answer as -1. square root of -1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. so we get it as -1. അപ്പോൾ ഡീവിയേഷൻസ് പോകുന്നത് -1 നെഗറ്റീവിലേക്കാണ് ഡീവിയേഷൻസ് പോകുന്നത്. അല്ലെങ്കിൽ അവരുടെ
ആ ഒരു ഈ വർഷങ്ങളിലുള്ള സപ്ലൈയുടെയും പ്രൈസിന്റെയും കോറിലേഷൻ എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. Next, let us understand the properties of correlation coefficient. Correlation coefficient has got a well-defined formula. നമുക്ക് കറക്റ്റ് ഫോർമുല ഉണ്ട്, ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. And then it is a pure number and independent of the units of measurement. കറക്റ്റ് നമ്പറിലാണ് നമുക്ക് കിട്ടുന്നത്. ലൈക്ക് 1, 0.1, 0.8 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പേഴ്സിലാണ് നമുക്ക് കിട്ടുന്നത്. Then it lies between -1 and +1. ആ ഒരു റേഞ്ചിനകത്താണല്ലോ എപ്പോഴും ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് വരുന്നത്. Then it does not change with reference to change of origin or change of scale. സ്കെയിലിന്റെ ചേഞ്ച് ഉണ്ടെന്ന് വിചാരിച്ച് അതിനനുസരിച്ച് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഡിഫറൻസ് വരില്ല. It is fixed. And the coefficient of correlation between x and y is same as that between y and x. ഇപ്പൊ നമ്മൾ എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കണ്ടാലും അല്ലെങ്കിൽ വൈയും എക്സും തമ്മിലുള്ള കോറിലേഷൻ കണ്ടാലും ഓർഡർ മാറ്റി എന്ന് വിചാരിച്ച് കോറിലേഷൻ കോഎഫിഷ്യൻസിൽ ഡിഫറൻസ് വരില്ല. ഇനി നമുക്ക് ഒരു കോൺസെപ്റ്റ് കൂടി പഠിക്കാം, പ്രോബബിൾ എറർ. എന്ന് വെച്ചാൽ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ അതിൽ എറർ വരാനുള്ള സാധ്യതയാണ് ഈ പറയുന്നത്. ഏതൊരു കാൽക്കുലേഷനിലും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ എറർ ഫൈൻഡ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പ്രോബബിൾ എറർ എന്ന് പറയും. ആക്ച്വലി ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ. എന്തിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ്? റിലയബിലിറ്റി ആൻഡ് ഡിപെൻഡബിലിറ്റി ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് പ്രോബബിൾ എറർ. ഈ പ്രോബബിൾ എറർ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിലേക്ക് ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ലിമിറ്റ്സ് നമുക്ക് കിട്ടും. ആ 2 ലിമിറ്റ്സിനകത്താണ് കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് വാരി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടിയാൽ ഇതിൽ എറർ സംഭവിക്കുമ്പോൾ നമുക്ക് കുറച്ച് വാല്യൂ ചെറിയൊരു ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു ഡിക്രീസോ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ എത്ര ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും അല്ലെങ്കിൽ എത്ര ഇൻക്രീസ് ഉണ്ടാവും, എത്ര ഡിക്രീസ് ഉണ്ടാവും, ആ ഒരു ലിമിറ്റ് കുറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എറർ കുറവാണ്. ഇപ്പൊ നമുക്കൊരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 50 എന്നാണ് കിട്ടിയത്. പക്ഷെ അത് നമ്മൾ എടുത്ത ഡേറ്റയിലോ കാൽക്കുലേഷൻസിലോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം മിസ്റ്റേക്സ് വരും, ആ ഒരു വെരിയിങ് ലെവലാണ്. ഇപ്പൊ 50 എന്നുള്ള ഒരു അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആവറേജ് മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അത് 52 വരെ വേണമെങ്കിൽ കൂടാം, അല്ലെങ്കിൽ 48 വരെ കുറയാം. ആ ഒരു 48, 52 അതിനിടയിലാണ് എന്തായാലും ആ ഒരു ആവറേജ് വരുന്നത്. എങ്കിൽ ആ 2 ലിമിറ്റ് ഉണ്ടല്ലോ, 48, 52 എന്നുള്ള ആ ഒരു ലിമിറ്റ്, അതാണ് ഇതിനുള്ള എററിനുള്ള ചാൻസ്. ആ ലിമിറ്റ് ആണ് ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത്ര ഒരു ലിമിറ്റിനകത്ത് ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് ഈ കോഎഫിഷ്യന്റിൽ വന്നേക്കാം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. യൂഷ്വലി ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം സാമ്പിൾസ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറെ സാമ്പിളിംഗ് എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു എററിന്റെ വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഡിഫറെന്റ് സാമ്പിൾസ് ഡ്രോൺ ഫ്രം ദി സെയിം പോപ്പുലേഷൻ, ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ മേ ബി ഡിഫറെന്റ്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഫോർമുല യൂസ് ചെയ്യാനുണ്ട്. പ്രോബബിൾ എറർ ഇസ് ഈക്വൽ ടു 0.6745 into 1 minus r square divided by square root of n. R means here correlation coefficient. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. n is the number of pairs of observations. And this 1 minus r square divided by square root of n. നമ്മളെ വാല്യൂ ഉണ്ടല്ലോ 0.6745, അത് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് 1 minus r square divided by square root of n. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റാൻഡേർഡ് എറർ കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 0.675 അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വാല്യൂസ് കൊടുത്താൽ മതി. 1 minus r square divided by square root of n. അതാണ് സ്റ്റാൻഡേർഡ് എറർ. അത് into 0.6745 ആയാൽ it will be probable error. That's all about the tools for calculating correlation or finding the correlation between two variables. Thank you.